എന്തു പറ്റി സാർ? കാര്യങ്ങൾ പിടിവിട്ടു പോവാണല്ലോ പാർത്ഥ. എന്താ സാർ? എന്നെ തോൽപ്പിക്കാൻ പുതിയൊരു പദ്ധതി കണ്ടുപിടിച്ചിരിക്കുന്നു ആ വക്കീലും തള്ളയും. സിംഗപ്പൂരിൽ നിന്ന് നിന്റെ അച്ഛനെ വരുത്താൻ പോകുന്നു. ഓഹോ, അപ്പൊ മർമ്മത്തിൽ തന്നെ അടിച്ചിരിക്കുക, മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാൻ. ആ തള്ളയുടെ ബുദ്ധി അപാരം. ഇതിനിപ്പോ സാറെന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നേ? അങ്ങനെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, അയാൾ വരുന്നതാണ് പ്രശ്നം. നിങ്ങൾക്കാർക്കും അറിയാൻ വയ്യാത്ത മറ്റൊരു മുഖമുണ്ട് അയാൾക്ക്. 10 വയസ്സ് മുതൽ ഞാൻ കണ്ടു തുടങ്ങിയ വൃത്തികെട്ടൊരു മുഖം. അയാൾ ഒറ്റൊരുത്തന്റെ പ്രവൃത്തികളാണ് നിരപരാധിയായ എൻ്റെ അമ്മയെ ആത്മഹത്യ വരെ കൊണ്ടെത്തിച്ചത്. എന്റെ ഇഷ്ടമാണ്. എന്റെ മനസ്സിനും ശരീരത്തിനും ഇഷ്ടമുള്ള എന്തിനും ഞാൻ പോവും. ഒരിക്കലും തടയാൻ വരണ്ട. കുറെ പോയില്ലേ? പാവം എന്റെ അമ്മ ജീവിച്ചിരുന്നപ്പോ തന്നെ പൊടുന്നനെ എല്ലാം അവസാനിപ്പിച്ച അമ്മ പോകാൻ തന്നെ കാരണം നിങ്ങളുടെ നശിച്ച ഈ പോക്കൽ. അമ്മ മരിച്ച് ഇത്രയും കാലമായിട്ടും ഒരച്ഛന്റെ പെണ്ണുപിടിക്കഥകൾ കേട്ട് ജീവിക്കേണ്ട ഗതികെട്ട മകനായിപ്പോയി. അതുകൊണ്ട് അവസാനമായിട്ടൊന്ന് അപേക്ഷിക്കാൻ ഈ സിംഗപ്പൂരിൽ വന്നത്. ആ സിംഗപ്പൂരിലൊക്കെ പതിവാ. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും നിങ്ങളെ മാറ്റാൻ കഴിയില്ല. ഈ നശിച്ച മുഖം എനിക്കിനി കാണണം. ഹലോ, ഞാൻ സിംഗപ്പൂരിൽ നിന്ന് ജോസഫാ. ആ എന്താ ജോസഫേട്ടാ? ഇന്നലെ മുതൽ ഞാൻ ട്രൈ ചെയ്യായിരുന്നു. അതിരിക്കട്ടെ, ഇന്നലെ അവിടെ നിന്ന് KK വാര്യർ വിളിച്ചിരുന്നു. പപ്പ ഉടനെ നാട്ടിലെത്തണമെന്നും പറഞ്ഞ് എന്റെ നമ്പറിലേക്കാ വിളിച്ചത്. എന്താ കാര്യം? ഏയ് ഒന്നുമില്ല. അത് പിന്നെ ചെറിയൊരു അല്ല. എപ്പോഴാ അവിടെ നാളെ ഇങ്ങോട്ട് വരുന്നേ? Hello. When are you meeting again? വാര്യർ സാറേ, വാര്യർ സാറേ, അങ്ങ് പിരിഞ്ഞേരെ കനകമ്മേ. എന്തിനാ പേടിക്കുന്നത്? അഡ്വക്കേറ്റ് കുട്ടികൃഷ്ണ വാര്യരില്ലേ? ഒരു വക്കാലത്ത് ഒപ്പിട്ട് തന്നാ മതി, പിരിച്ച് 2 പാത്രമാക്കി കൈ തരാം. ഫീസും വേണ്ട. കുട്ടികളൊന്നും ഇല്ലോ? നല്ലത്. ഇതെടുത്ത് അകത്തിട്. താലി എടുത്ത് അകത്തിടാൻ. തെളിവാണ് കേസിന്. എന്താടാ കരയോ? തോന്നണ അല്ലല്ല, അതല്ല, ആ സിംഗപ്പൂർ പപ്പ വടിയായിന്നാ തോന്നണ. ഇന്നലെ 4 മണിക്ക് എയർപോർട്ടിൽ നിന്ന് വന്ന് നേരെ മുറി കയറി കഥ അടച്ചിട്ട് പിന്നെ ഇതുവരെ കഥ തുറന്നിട്ടില്ല. വിളിച്ചിട്ടും കൊട്ടിയിട്ടൊന്നും ഒരനക്കമില്ല. തട്ടിപ്പോയെന്നുള്ള കാര്യം ഉറപ്പാണ്. സിംഗപ്പൂർ എഴുന്നേറ്റില്ലേ? ഇല്ലേ? എടാ, നീ ആ വാതിലൊന്ന് ചവിട്ടി പൊളിക്കാൻ. എന്റെ ഈശ്വര, ഇനിയിപ്പോ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ ജയിലിൽ. വിഷമിക്കാതെ, ഒന്നും സംഭവിക്കില്ല. യാത്രാക്ഷീണം കൊണ്ട് മലന്ന് കിടന്ന് മയങ്ങിയാവും. ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും സംസാരിച്ചായിരുന്നോ? ഇല്ല, അതിന് സംസാരിക്കാൻ നിന്നിട്ട് വേണ്ടേ. കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചു, ശൗന്തളം കൊണ്ട് കൊടുക്കുകയും ചെയ്തു. നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? വേറൊന്നും പറഞ്ഞില്ല. കല്യാണം കഴിഞ്ഞു ചോദിച്ചു. നീ എന്ത്? ഞാൻ പോയി നോക്കാം. തട്ടിപ്പോയി. എന്താ കുട്ടികൃഷ്ണ? എടാ, എന്തായിന്ന്? ഇവനെന്ത് പറ്റി? ശൗന്തള, നീ ഒന്ന് പോയി നോക്ക്. അയ്യോ, ശൗന്തള പോണ്ട, ശൗന്തള പോണ്ട. ശൗന്തള പെണ്ണുങ്ങൾ ആരും അങ്ങോട്ട് പോണ്ട. എന്താന്ന് കാര്യം പറ. അതെ, അയാള് പിറന്ന മേനിയിൽ നിന്ന് പൂജ ചെയ്യാ. ചോദിച്ചിട്ടില്ലേ ആരാ ഇവിടെ ബഹളം വെച്ചാന്നോ? സമാധാനമായിട്ടൊന്ന് പൂജ ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചാല് ബഹളം വെച്ചതല്ല, കൊച്ചേട്ടൻ ഉണരാത്തതുകൊണ്ട്. ആരാ നിന്റെ കൊച്ചേട്ടൻ? ആദ്യം തന്നെ എല്ലാവരോടും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം.
എനിക്ക് എന്റേതായിട്ടുള്ള ചില ചിട്ടകളും രീതികളും ഒക്കെ ഉണ്ട്. അതിനാരെങ്കിലും തടസ്സം ഉണ്ടാക്കിയാൽ എന്റെ തനി സ്വഭാവം ഞാൻ കാണിക്കും. സുഖമില്ലേ? മരുന്നാണോ? അല്ല, മദ്യം. എന്താ പിന്നെ എന്താ പ്രശ്നം? പ്രശ്നം വേറൊന്നുമല്ല, നമ്മുടെ സേതു തന്നോട് ചോദിച്ചില്ല. ഇവളാരാ? ഇവിടുത്തെ അടുക്കളക്കാരിയാ. അടുക്കളക്കാരിക്ക് ഇവിടെ എന്താ കാര്യം? സേതുവിനോട് വരാൻ പറഞ്ഞിരുന്നോ? ഉവ്വ്. രാവിലെ തന്നെ വന്ന് പപ്പയെ കാണണമെന്ന് ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. ആരാ ഇത്? സേതുവിന്റെ ഗുമസ്തനാ, പാർത്ഥസാരഥി. ഗുമസ്തനോടല്ലോ വരാൻ പറഞ്ഞത്. സേതു എവിടെ? സേതു എവിടെ? എവിടെയെന്ന്? അവിടെ ഉണ്ട്. എന്നോട് ഇവിടെ വന്ന് പറയാൻ പറഞ്ഞു. ഈ വൃത്തികെട്ട മുഖം സാറിന് കാണണ്ടെന്ന്. എന്തുവാടാ പറഞ്ഞേ? എന്താടാ പറഞ്ഞേ? നീ എന്താണ് ആരോട് പറഞ്ഞേ? എന്റെ മുഖം കാണണ്ടാമോ? എന്താ എന്റെ മുഖം കാണണ്ടാമോ? അത് കാണിച്ചിട്ടുള്ള കാര്യം. ഇങ്ങോട്ട് വന്നത് സാറിനെ കണ്ട കൊല്ലം നിൽക്കാൻ സിംഗപ്പൂർ സാറ്. അയാൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞില്ലേ? കണ്ടിട്ട് പോകാൻ തന്നെയാ വന്നത്. സാറ് പോലെ സാറേ, സാറ് പോലെ. അങ്ങോട്ട് പോകണ്ട, അങ്ങേരെങ്ങനെ ഇവിടെ കൊലപാതകം നടന്നു. വേഗം ചെന്നൊന്ന് പറഞ്ഞു വിട്. എനിക്കയാളെ കാണണം. ഇയാളെ ചോരനെ എന്റെ ദേഹത്ത് ഓടുന്നത്. എന്താ അവിടെ ഞാൻ തന്നെ തന്തയ്ക്ക് പറഞ്ഞ മകൻ നേരിട്ടൊന്ന് മുഖം കാണിക്കാൻ തരും. സിംഗപ്പൂരിൽ നിന്ന് പുത്രസമാരത്തിന് വന്നിരിക്കല്ലേ? കൊല്ലെ, അതിനുള്ള ചങ്കൂറ്റുണ്ടോന്ന് എനിക്കൊന്ന് അറിയണം. അവൻ എന്റെ മുഖം കാണുന്നെങ്കിൽ ഒരിക്കലും ജീവിച്ചിരിക്കാൻ പാടില്ല. എന്താ ഇവിടെ? ഞാനോട് സംസാരിക്കുന്നറിയോ? ഒന്നളയും തന്നെ ഞാൻ. അതോട് പോയി കാണിക്കുന്നു. എന്താ എന്താ ഉണ്ടായേ? എടി പറയാൻ. എന്താണ് എല്ലാരും? ദേവു, കരയാതെ നീ.